എൻ്റെ പേര് സംഗീത. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഏറ്റവും അയോഗ്യയായ എന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിയിൽ നിർത്തിയ അമ്മയ്ക്ക് 1000 നന്ദി. എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ പോലും സാക്ഷ്യം പറയുവാനുള്ള ഒരു മൈൻഡൊന്നും അല്ലായിരുന്നു. അച്ഛൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ഇടയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, 4ഉം 5ഉം ഉടമ്പടി പുതുക്കിയിട്ടും സാക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ദൈവം നായിക്കാട്ടത്തിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും ആയില്ലല്ലോ മാതാവേ, ഞാൻ എന്ത് പറയുന്നത്? അപ്പം മാതാവ് എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. അതായത് പുതുക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയത്. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം കുറേ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആ സാഹചര്യത്തിൽ എനിക്കൊരു ഡെങ്കു ഫീവർ അഫക്റ്റ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് ബ്ലഡ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 ഡേയ്സൊക്കെ അഡ്മിറ്റായിരുന്നു. ഒരു 8 ഡേയ്സ് ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഭയങ്കര കൗണ്ട് കുറവാണ്, എത്ര ബ്ലഡ് കയറ്റിയിട്ടും കൗണ്ട് കയറുന്നില്ല, ടാബ്ലറ്റ്സ് എടുത്തിട്ടും കൗണ്ട് കയറുന്നില്ല, ICU പോകേണ്ട സ്റ്റേജ് വരെ എത്തി. ഇനിയും കുട്ടി കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുള്ളത് അത് മിറാക്കിൾ തന്നെയാണ്, പക്ഷെ ഭയങ്കര ലോ ആയിട്ട് വരികയാണ് ബ്ലഡ് കൗണ്ട്, അങ്ങനെയെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്താണ് ഡോക്ടർ കുറേ പറഞ്ഞത്. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കാണെങ്കിൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ബ്ലഡ് കൗണ്ട് കുറഞ്ഞിട്ട് വീഴാൻ പോവാണ്. ഭയങ്കര സീരിയസ് ആയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ICUയിൽ കയറ്റിയില്ല എന്ന് തന്നെ ഉള്ളൂ. ആ സ്റ്റേജ് വരെ പോയി. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു കൗണ്ട് കുറവാണ്, ഇനി എന്ത് വേണമെങ്കിൽ ആവാം, ബ്ലഡ് വന്നിട്ട് നഖത്തുനിന്ന് നമ്മുടെ രോമത്തുനിന്ന് അങ്ങനെയൊക്കെ ബ്ലഡുകൾ വരാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അത് ഈ സ്റ്റേജിൽ വന്നിരിക്കണം, പക്ഷേ ഇവൾക്ക് വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പം തന്നെ പറയണം, നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിച്ചു. അപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എടുത്ത് കേട്ട് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് കുറേ കിവി ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ ബ്ലഡ് കൗണ്ട് കൂടുന്നു പറഞ്ഞിട്ട് അതൊക്കെ 8 ദിവസത്തിൽ കുറേ ട്രൈ ചെയ്തു. പിന്നെ ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടി ബ്ലഡ് കയറ്റി, എന്നിട്ട് പോലും എൻ്റെ ബ്ലഡ് കൗണ്ട് കൂടിയില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ട് ഉടമ്പടി തൈലം അന്നത്തെ രാത്രി കഴിച്ചു. നാക്കിൽ പുരട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത്ര പേരുടെ അടുത്തും ഫുള്ളും പോയിട്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് അമ്മയ്ക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം കൃപാസന മാതാവാണ്, ഈശോയാണ്. അതൊക്കെ അമ്മ പറയും. അവരെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്, അവർ പറയും. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഉടമ്പടി പേപ്പർ കൊടുത്തു, ഉടമ്പടി പത്രിക കൊടുത്തു, അവിടുത്തെ ഉപ്പ് കൊടുത്തു. നിറയെ പേർക്ക് അപ്പം തന്നെ കേട്ടിട്ട് ഞങ്ങളിവിടെ വരാം ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ആ വിശ്വാസം കൊടുത്തിട്ട് അന്നത്തെ രാത്രി ഉറങ്ങി. രാവിലെ എണീറ്റ് എൻ്റെ ബ്ലഡ് കൗണ്ട് സിസ്റ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൗണ്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങി. അതായത് ആ 8 ദിവസത്തിൽ ഒരു പൊട്ട് പോലും ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നില്ല. ഡൗൺ ആയി പോവായിരുന്നു. ഈ പ്രവൃത്തി ഉടമ്പടി തൈലം കഴിച്ച ശേഷം നന്നായിട്ട് ബ്ലഡ് കൗണ്ട് വന്ന് ഇൻക്രീസ് ആവാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വർഷങ്ങളായിട്ടുള്ള നടുവേദനയായിരുന്നു. അതും ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചിട്ട് എനിക്ക് മാറി കിട്ടി. പിന്നെ വന്നിട്ട് എനിക്ക് രാത്രിയിൽ പെട്ടെന്ന് പാനിക് അറ്റാക്ക് ആവും. അതായത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ ഉറക്കത്തിൽ അങ്ങനെ എണീറ്റൊക്കെ ഇരിക്കും. ആ സമയത്തൊക്കെ ഉടമ്പടി തൈലും ഉപ്പും കഴിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനാ ബുക്ക്, ഉടമ്പടി ബുക്ക് ഞാൻ നെഞ്ചത്ത് വെച്ച് ഉറങ്ങും. അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാഷ്വലായിട്ട് ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുമ്പോൾ അങ്ങനെ മയങ്ങും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം, എന്നിട്ടൊക്കെയാണ് മാറുക. പക്ഷേ നീ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു ആ സമയത്ത് അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വിശ്വാസമുണ്ട്, ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്, ഇല്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടാൽ മാത്രമേ അത് മാറുള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നു. ആ ഡോക്ടർ പറഞ്ഞ ശേഷം അതാണ് ഞാൻ ലാസ്റ്റായി ഡോക്ടറെ കണ്ടത്. അതിന് ശേഷം പിന്നെ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടില്ല. നടുവേദന അതുപോലെ മാതാവ് മാറ്റി തന്നു. പിന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഒരു 55,000 രൂപ ബ്ലോക്കായിരുന്നു. അതായത് അക്കൗണ്ട് ഫ്രീസായി. അത് എൻ്റെ മാത്രം ക്യാഷല്ല, കുറച്ച് പേരുടെ ക്യാഷാണ്. എനിക്ക് അറിയില്ലായിരുന്നു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഫണ്ടൊക്കെ നടത്തുന്നത് കൊണ്ട് പല ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ആയി അതിൽ. അപ്പോൾ അവർ പെട്ടെന്ന് ഫ്രീസ് ചെയ്തു. 55,000 രൂപ ഫ്രീസായി. അതിൻ്റെ പുറകിൽ ഞാനൊരു 1.5 മാസത്തോളം നടന്നു.
വന്നു. അവർ പറയണത് കറക്റ്റായിട്ടുള്ള പ്രൂഫില്ല, നിങ്ങളൊരു ചിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ലൈസൻസ് അതിൻ്റെ ഇതൊക്കെ IT ഫയൽ ചെയ്യണം, അങ്ങനത്തെയൊക്കെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ കുറേ നടന്നു. എനിക്ക് ആ പൈസ കിട്ടണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചിട്ടി എടുത്തവർക്ക് അത് കൊടുക്കണമല്ലോ, എൻ്റെ മാത്രം ക്യാഷല്ല, അവരുടെയും കൂടെയാണ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് ആ സമയത്ത് പോലും ഞാൻ കുറേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ആവശ്യം വരുമ്പോൾ മാത്രം തൊഴുതിയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ 1.5 മാസം ടൈം എടുത്തത്. ആ 1.5 മാസം സമയത്ത് ഞാൻ ആ ലാസ്റ്റത്തെ ദിവസം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു, രാവിലെ പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി, രാത്രിയെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആവുന്നില്ല. രാവിലെ ആയി, മോർണിംഗ് പ്രയർ കഴിഞ്ഞു, എന്നിട്ടും ഒരു ആത്മവിശ്വാസത്തിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ടും മാതാവ് ചെയ്ത് തന്നില്ല. കറക്റ്റ് 7:16 രാവിലെ 7:16 ഒരു ബാങ്കും വർക്കിംഗ് അല്ല. ആ സമയത്ത് ആരും വന്ന് അൺഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തും 7:16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നോക്കി, ആയില്ല. പിന്നെ ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുക്കണം, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടി വരും, മാതാവേ ഇതെനിക്ക് നീ അൺഫ്രീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ അമ്മയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല, പിതാവായ ദൈവം ഈ ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും അങ്ങേക്ക് അധികാരം തന്നതിൽ പ്രതി ഞാൻ ചോദിക്കുന്നു. ആ അധികാരത്തെ ഞാൻ വിശ്വസിക്കുന്നു മാതാവേ, ആ അധികാരത്തെ നീ സത്യമാക്കണം. അത് സത്യമാണെങ്കിൽ ഇപ്പം ഈ പൈസ ഒന്നിൻ്റെ ആവശ്യമില്ല, ടൈമിങ്ങോ മാനേജറിൻ്റെയോ ആരുടെ ഒരു പ്രൂഫിൻ്റെ ആവശ്യമില്ലാതെ ഈ പൈസ ഇപ്പം ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ് 7:17 ഞാനിത് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം മുറുക്ക പിടിച്ച് ഉപ്പിട്ട് വിശ്വാസം പ്രമാണം ചൊല്ലി 7:18 ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ക്യാഷ് വന്ന് ട്രാൻസ്ഫർ ആയി. അതെനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ അടുത്ത വീട്ടിലുള്ളവർക്കായാലും ഹസ്ബൻഡിനായാലും നിറയെ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയാനിപ്പോൾ പറ്റില്ല, അവരില്ലാത്തത് കൊണ്ട് പറ്റില്ല. അതൊക്കെ വലിയ കാര്യങ്ങളാണ്, അത് അവർ വന്നിട്ട് പറയും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ GH കൊണ്ടുപോയിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതും വന്നിട്ട് വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മാതാവിനെ അറിയാം, അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഈശോയെ മാത്രം തൊഴുതുന്ന ചർച്ച്, അത് പെന്തക്കോസ്ത് അങ്ങനെയൊക്കെ പറയും. അതായത് തമിഴ്നാടാണ്. എനിക്കത് എങ്ങനെയാണ് പറയാമെന്നറിയില്ല. അവിടെ പോയി എനിക്ക് മാതാവിനെ കൊടുക്കാൻ പത്രമൊക്കെ കൊടുത്ത് അവരോട് പറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരമ്മ വന്നിട്ട് അവരുടെ മോൻ ഇങ്ങനെ കിഡ്നി ഫെയിലിയറായിട്ട് ഇതേപോലെ ആ പെന്തക്കോസ്ത ചർച്ചിൽ കിടന്ന് കരയായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോകാൻ കാരണം, ഞാൻ GH ഇങ്ങനെ പത്രം കൊടുത്തിട്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടേ ഇരിക്കണു, എല്ലാവരുടെ അടുത്തും ചാർജർ ചോദിക്കണു, ഓടണു, ആരും ഹെൽപ്പ് അതായത് അവരെ കണ്ട ഒരു പാവം, അങ്ങനത്തെ അത്രയ്ക്കും പാവം. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യണില്ല. അപ്പം ഞാൻ പോയി എന്താ ചോദിച്ചപ്പോൾ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് കൊണ്ടുവന്നാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ആധാർ കാർഡിൻ്റെ ഫോട്ടോ വേണം, ആരും ചാർജർ തരുന്നില്ല, തമിഴിലാണ് പറയണത്, ആരും ചാർജർ തരുന്നില്ല, ഒന്ന് വാങ്ങി തരുമോ പറഞ്ഞ് എൻ്റെ അടുത്ത് കരയായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തായി പോയി ചോദിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം, ഒന്ന് ചാർജർ കൊടുക്കുമോ? അങ്ങനെ അവർ ഒന്നും കൊണ്ടുപോയില്ല. ചാർജർ തരുമോ എന്ന് ചോദിച്ച് അവർക്കത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചാർജർ ഇടിപ്പിച്ചിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് കടയിൽ പോയിട്ട് അവർക്കൊരു ചാർജർ, അതായത് അവരുടെ ഹസ്ബൻഡ് മരിച്ചിരുന്നു, അവർ പറഞ്ഞിരുന്നു, പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് ആ സമയത്ത് അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് എനിക്ക് അറിയില്ല. കുട്ടികളാണെങ്കിൽ 1.5 വയസ്സ്, 2.5 വയസ്സ്, ഒരു 5 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ. ഇതും ആ ചേച്ചിയും ആ ചേച്ചിയുടെ അനിയത്തിയും ഈ കുട്ടികളും അവിടെ കടന്ന് കരയാണ്. പക്ഷേ ഹസ്ബൻഡ് മരിച്ചത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെയല്ല പറയണത്, ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇങ്ങനെയാണ് പണ്ടാണ് അവർ പറയണത്. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പത്രമൊക്കെ കൊടുത്തു, പക്ഷേ എനിക്കും അറിയില്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന്. ഞാൻ പിന്നെ പോയി ചാർജറും ആ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം, കുട്ടികൾ വിശന്ന് കരയാണ് അവിടെ കിടന്നിട്ട്, അവർക്ക് ബിസ്ക്കറ്റ് സ്നാക്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അവർ കൊണ്ടുവന്ന് കുറച്ച് നേരത്തെ തന്നെ മരിച്ചു, ഞങ്ങൾ പറഞ്ഞ ആ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുങ്ങൾ എന്തൊക്കെയോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യം, മാതാവേ ആ ചെറിയ കുട്ടികൾ അവരെന്ത് ചെയ്യും, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അപ്പം ഞാൻ കരഞ്ഞിട്ടാണ് ആ ബന്ധക്കൊസ്ത ചർച്ചയ്ക്ക് ഞാൻ അവിടെ നിർത്തി, പ്രേക്ഷിത പ്രവർത്തനം അവിടെ നിർത്തിയിട്ട് ഞാൻ ആ ബന്ധക്കൊസ്ത ചർച്ചയിൽ പോയി ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ആ കുട്ടികളെ ഓർത്ത് 2 ചേച്ചിമാർ 22ഉം 23ഉം വയസ്സൊക്കെ കാണും.
കാണുള്ളൂ, ചെറിയ ചെറിയ ചേച്ചിമാർ. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മ ഓടി വന്ന് അവിടെ നെഞ്ചത്തടിച്ച് കരയണത്. മകന് കിഡ്നി ഫെയിലിയർ ആണ്, ഒന്നുമില്ല, ഇനി വരും 2 മണിക്കൂറേ ഡോക്ടർ ടൈം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയണത്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് മാതാവിനെ അതായത് പ്രേക്ഷിത പ്രവർത്തനം നിർത്തി ഞാൻ അവിടെ പോയ കരഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മാതാവ് എന്നെ അവിടുത്തെ ചർച്ചിൽ വെച്ച്, അതും മാതാവില്ലാത്ത ചർച്ചിൽ വെച്ച് എന്നെ മാതാവിനെ പറയിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അമ്മയില്ലാതെ മകനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ ഇതിലുണ്ട്. അവർക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ. തമിഴ് പത്രം കൊടുത്ത്, അതായത് കരഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ മയങ്ങിയ ചേച്ചിയെ ഈ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ച് ചേച്ചി എനിക്ക് നന്ദി പറഞ്ഞ് എൻ്റെ അവർക്ക് എന്തായി എന്ന് എനിക്കറിയില്ല, പക്ഷെ കരഞ്ഞ് മയങ്ങിയ ചേച്ചിയെ നല്ല സന്തോഷത്തോടു കൂടെ തിരിച്ചയക്കാൻ എനിക്ക് പറ്റി. പിന്നെ അവരെന്തായി എന്ന് എനിക്കറിയില്ല. ഇതുപോലെ കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്പച്ചൻ ഡ്രസ്സില്ലാതെ കീറിയ ഡ്രസ്സിട്ട് റോഡ് സൈഡിൽ കിടന്നപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് ഉടുപ്പിച്ചു, ട്രൗസർ വാങ്ങി കൊടുത്തു, ഇടുപ്പിച്ചു, ചായ വാങ്ങിക്കൊടുത്തു. നിറയെ പേർക്ക് ഇതുപോലെ റോഡരികിൽ കാണുന്നവർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനൊന്നും അറിയില്ല, കുട്ടികളെയൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ ആരും അറിയാതെ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കാരുണ്യ പ്രവൃത്തികളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഒരു ഹിന്ദുവായ എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? സംഗീത എന്ന മകൾ വിശ്വസിച്ചപ്പോൾ ദൈവമഹത്വം ദർശിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ തന്നെ കേട്ടത്. സംഗീതയ്ക്ക് ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ സംഗീതയ്ക്ക് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ജീവിതത്തിലുണ്ടായ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നുള്ള സൗഖ്യങ്ങൾ, ഇതെല്ലാം എണ്ണി അതിനേക്കാളുപരി ഈശോ തൻ്റെ ജീവിതത്തിൽ ഇടപഴകുന്നു എന്നുള്ള വലിയ ആശ്വാസം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനുള്ള വലിയ ധൈര്യം, മനോധൈര്യം, പരിശുദ്ധ അമ്മയെ അധികം സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്തവരുടെ ഇടയിൽ ചെന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ നമ്മുടെ ഇടയിലുണ്ട്, പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയില്ല എന്നൊക്കെ വളരെ ചങ്കൂറ്റത്തോടെ പറയാനുള്ള സംഗീതയുടെ ഒരു വലിയ ആത്മധൈര്യത്തെയും വലിയ കൃപയെയുമാണ് നാം ഇവിടെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താൻ എവിടെയെല്ലാം എന്തെല്ലാം പരിശുദ്ധ അമ്മയോട് ചോദിച്ചുവോ അതെല്ലാം കൃത്യസമയങ്ങളിൽ സമയമിട്ട്, ഡേറ്റ് ഇട്ട് എന്നതിനേക്കാളപ്പുറം 7:18 എന്ന സമയം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് വർക്കല്ലാത്ത സമയത്തായാൽ പോലെയും എനിക്കിത് നൽകണം, എൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പൈസ എനിക്ക് തിരിച്ചു നൽകണം എന്നുള്ളൊരു വാശിയോടുകൂടി പരിശുദ്ധ അമ്മ അത് കൃത്യമായി മകൾക്ക് നൽകുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തോടു കൂടിയാണ് സംഗീത ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം സംഗീതയുടെ സിവിൽ സ്കോർ വളരെ വലുതാണ്. കാരണം എപ്പോഴെല്ലാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് സ്നേഹം നൽകുവാനും അവരെ പരിചരിക്കുവാനുള്ള വലിയ മനസ്സും അതുപോലെ തന്നെ വലിയ കൃപയുമാണ് സംഗീതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ എളിയവരിൽ എനിക്ക് വേണ്ടി ചെയ്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ ഒരു വലിയ പ്രചോദനത്തെ, വാഗ്ദാനത്തെയാണ് ഇന്ന് സംഗീത ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന ഇതാണ്. പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിച്ച വശം ഉടനെ വളരെ ശീഘ്രത്തിൽ ഈശോയെ പരിചരിക്കാൻ പോയതുപോലെ ഇന്ന് എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ അതിനെല്ലാം ഉത്തരം നൽകിയൊരു വലിയ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയ സംഗീതയുടെ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.